ഇറാനെതിരെ ന്യൂക്ലിയർ ആയുധം പ്രയോഗിക്കുമെന്ന് യുഎന്നിന്റെ ഡിപ്ലോമാറ്റ്. ഈ രഹസ്യ വിവരം ലീക്ക് ചെയ്ത് അദ്ദേഹം യുഎന്നിന്റെ ഈക്കോസോക്കിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, ഇന്ത്യയിൽ NDTV അടക്കമുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഞെട്ടലുണ്ടാക്കുന്നതാണ്. നമ്മളുടെ രാജ്യത്തെ, അതായത് ഇറാനിൽ നിന്ന് ഏകദേശം 2000-2500 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഇന്ത്യ. ഇന്ത്യയെ വരെ വളരെ സീരിയസ് ആയി ബാധിക്കും. നമ്മുടെ വരും തലമുറകളെ പോലും ഈ ന്യൂക്ലിയർ റേഡിയേഷൻ ബാധിക്കും. ഞാൻ ആ വാർത്ത എന്തായാലും വായിക്കാം. യുഎന്നിന്റെ ഡിപ്ലോമാറ്റായ സഫ UN ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്, രാജിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വളരെ പേടിപ്പെടുത്തുന്ന ട്വീറ്റാണ്. അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. ജനങ്ങൾ ഇതിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഈ ഇറാന്റെ യുദ്ധത്തിൽ UN-ലെ ചില ആൾക്കാരടക്കം ഒരു ന്യൂക്ലിയർ വെപ്പണിന് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അണവായുധങ്ങൾ യൂസ് ചെയ്യാനുള്ള നീക്കത്തിലാണ്. ഇത് ടെഹ്റാന്റെ ഒരു പിക്ചറാണ്. അദ്ദേഹം ടെഹ്റാന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ ടെഹ്റാന്റെ പിക്ചർ കൊടുത്തിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഏകദേശം 1 കോടി ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. 10 മില്യൺ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. വാഷിങ്ടണോ, ബെർലിനോ, പാരീസോ, ലണ്ടനോ ഒക്കെ ഇതേപോലെ ഒന്ന് ന്യൂക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇവിടെ സാധാരണ ആൾക്കാർ, കുടുംബങ്ങൾ, കുട്ടികൾ, ഫാമിലി പെറ്റ്സ്, റെഗുലർ വർക്കിംഗ് ക്ലാസ് ആൾക്കാർ അവർ ജീവിക്കുന്നുണ്ട്. യു ആർ സിക്ക് ടു വാണ്ട് വാർ. ഈ യുദ്ധക്കൊതിയന്മാർക്കെതിരെ ഉള്ള വലിയൊരു പോരാട്ടമാണ് അദ്ദേഹം നയിക്കുന്നത്. ചില യുദ്ധക്കൊതിയന്മാർ, വാർ ഹോക്സ്, അവർ ടെഹ്റാനെ ബോംബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ഡിപ്ലോമാറ്റിക് കരിയർ ഉപേക്ഷിക്കുകയാണ് ഈ ഇൻഫർമേഷൻ ലീക്ക് ചെയ്യാനായി. ഒരുപക്ഷെ ഈ ഇൻഫർമേഷൻ ലീക്ക് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് അവിടെ തുടരാൻ കഴിയില്ല. എൻ്റെ എല്ലാ ഡ്യൂട്ടീസും ഞാൻ സസ്പെൻഡ് ചെയ്യുകയാണ്. കാര്യം ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് മനുഷ്യരാശിക്കെതിരെയുള്ളൊരു ക്രൈമാണ്. ഇത് ന്യൂക്ലിയർ വിന്റർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം പിന്നെ ദശാബ്ദങ്ങളിലേക്ക് ഒന്നുമില്ലാത്ത സ്ഥലമായി പോകും. വിന്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത, ന്യൂക്ലിയർ വിന്റർ എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. അതായത് ഒരു ന്യൂക്ലിയർ വേസ്റ്റ് ലാൻഡായി മാറും. ഇന്നലെ അമേരിക്കയിൽ ഏകദേശം 10 ലക്ഷത്തോളം ആൾക്കാർ, 10 മില്യൺ, അതായത് 1 കോടിയോളം ആൾക്കാർ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിഷേധം നടത്തി. നോ കിങ്സ് എന്നാണ് അതിന്റെ പേര്. പോസിബിലിറ്റി ഓഫ് ന്യൂക്ലിയർ വെപ്പൺ, അതായത് ന്യൂക്ലിയർ ആയുധം ടെഹ്റാനെതിരെ, ഇറാനെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. അത് വളരെ സീരിയസ് ആണ്, അപകടകരമാണ്, ഡേഞ്ചറസ് ആണ്. ഈ നിമിഷം നമ്മൾ ആക്ട് ചെയ്യണം. ഈ മെസ്സേജ് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യണം. സ്പ്രെഡ് ദ മെസ്സേജ് വേൾഡ് വൈഡ്. ടേക്ക് ടു സ്ട്രീറ്റ്സ്. നിങ്ങൾ തെരുവുകളിലേക്ക് ഇറങ്ങണം. നമ്മുടെ മനുഷ്യരാശിക്കും ഭാവിക്കും വേണ്ടി നിങ്ങൾ പ്രതിഷേധിക്കണം, പോരാടണം. ജനങ്ങൾക്ക് മാത്രമേ ഇത് തടയാൻ കഴിയൂ. ഹിസ്റ്ററി വിൽ റിമെമ്പർ അസ്. ചരിത്രം നമ്മളെ ഓർമ്മിക്കും. അത് വളരെ വൈറലായി പോവുകയും 87 ലക്ഷം ആൾക്കാർ കാണുകയും 50,000 റീട്വീറ്റുകളും 1,19,000 ലവ് സിംബൽസും 3,400-3,500 സന്ദേശങ്ങളും വരികയുണ്ടായി. ഒന്ന് ഓർക്കുക, ഇറാനെ അങ്ങനെ ന്യൂക്ക് ചെയ്താൽ നമ്മുടെ ഇന്ത്യ പോലും റിസ്കിലാണ്. ഇറാൻ കഴിഞ്ഞ് പാകിസ്ഥാൻ കഴിഞ്ഞ് ഇന്ത്യയാണ്. ടെഹ്റാനിൽ അങ്ങനെ ഒരു ന്യൂക്ലിയർ ബോംബ് വർഷിച്ചാൽ നമ്മുടെ ഡൽഹി അടക്കം, നമ്മുടെ രാജ്യമടക്കം, അതിൻ്റെ അണുകിരണങ്ങൾ, ന്യൂക്ലിയർ റേഡിയേഷൻസ് നമ്മളെയും നമ്മുടെ മക്കളെയും വരെ ബാധിക്കും. കോടിക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടും. ആ കൊല്ലപ്പെടുന്നത് മാത്രമല്ല, വരും തലമുറകൾ, ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ചെറിയ ബോംബുകളാണ് വർഷിച്ചത്. അന്ന് ആറ്റം ബോംബായിരുന്നു, ഇന്ന് ന്യൂക്ലിയർ ബോംബുകളാണ്. അങ്ങനെ സഫ എന്ന് പറയുന്ന MHDK സഫ, അദ്ദേഹത്തിന്റെ UN ഡിപ്ലോമാറ്റിക് കരിയർ ഉപേക്ഷിക്കുകയും അദ്ദേഹം അതിശക്തമായി വെളിയിൽ വരികയും ഈ വാർത്ത നിങ്ങൾ സ്പ്രെഡ് ചെയ്യണം, ആ വാർത്ത സ്പ്രെഡ് ചെയ്താൽ മാത്രമേ അത് തടയാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പറയുന്നത്, മിലിറ്ററിയെ ആക്രമിക്കാം, പക്ഷെ സിവിലിയൻസിനെയും സാധാരണക്കാരെയും ആക്രമിക്കരുത്. ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ നെറുകേട് ആ 165 സ്കൂൾ പെൺകുട്ടികളെ കൊന്നതാണ്. അതേപോലെ ടെഹ്റാൻ, ഹിരോഷിമ, നാഗസാക്കി പോലെ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജോലിയും ഡിപ്ലോമാറ്റിക് കരിയറും കളഞ്ഞ് ഈ പോരാട്ടത്തിന് ഇറങ്ങുകയാണെങ്കിൽ അത് സീരിയസ് ആയി എടുക്കണം. അതിനെതിരെ നമ്മളാൽ കഴിയുന്ന രീതി, നമുക്ക് തടയാൻ പറ്റുമോ എന്നറിയില്ല, സാമൂഹിക മാധ്യമങ്ങളിലൂടെ ശബ്ദം ഉയർത്തണം, അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തണം. ഇദ്ദേഹമാണ് ആ മനുഷ്യൻ സ്വന്തം കരിയർ പോലും കളഞ്ഞ് ഈ വിവരം ലോകത്തിന് ലീക്ക് ചെയ്തത്. കൂടുതൽ ആൾക്കാർ അറിയുമ്പോൾ പ്രഷറിൽ, സമ്മർദ്ദത്തിൽ മാത്രമേ അത് തടയാൻ കഴിയൂ. അത്ര ഗ്രാവിറ്റിയുള്ള സിറ്റുവേഷനാണ്. ട്രംപിനെ പോലെ തലയ്ക്ക് സ്ഥിരബുദ്ധി ഇല്ലാത്തവർ
അധികാരത്തിലിരിക്കുമ്പോൾ ഇതല്ല, ഇതിൻ്റെ അപ്പുറം കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ട്രംപ് തോറ്റോടുകയാണ്, പരാജയ ഭീതിയിലാണ്, പരാജയത്തിനോട് അടുത്തോണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ ഈഗോയ്ക്ക് വേണ്ടി ട്രംപ് ഇങ്ങനെ വല്ലതും ചെയ്യുമോ എന്നറിയില്ല. പക്ഷേ ടെഹ്റാന് അങ്ങനെയാണെങ്കിൽ അത് ലോകമഹായുദ്ധത്തിലേക്ക് പോവുകയും മറുഭാഗത്ത് ഇറാനും ചൈനയും അടക്കം വരികയും ഒക്കെ ചെയ്യും. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കും ഫുൾ ഫ്ലെജ്ഡ് ആയ ഒരു വേൾഡ് വാർ 3യിലേക്ക് പോകും. അങ്ങനെ പോകാതിരിക്കട്ടെ, യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ, ഈ ന്യൂക്ലിയർ വാർ ഉണ്ടാകാതിരിക്കട്ടെ. ഇതിനെതിരെ ഏറ്റവും ശക്തമായ ശബ്ദം നമ്മൾ ഉയർത്തണം. ഓർക്കുക, പരസ്പരം വിദ്വേഷം വളർത്തുകയല്ല, സമാധാനത്തിലേക്ക് ഒരു വഴിയുമില്ല, സമാധാനമാണ് വഴി. ദർ ഇസ് നോ പാത്ത് ടു പീസ്, പീസ് ഈസ് ദ പാത്ത് എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയെ ഓർക്കുക. യുദ്ധക്കൊതിയന്മാരെ തടയുക. ഈ സഫയെ സല്യൂട്ട് ചെയ്യുന്നു. സ്വന്തം കരിയർ കളഞ്ഞു പോലും ഈ ഇൻഫർമേഷൻ ലീക്ക് ചെയ്യുന്നത് ഓർക്കുമ്പം പേടിയാവുന്നു. നമ്മളെയും നമ്മുടെ മക്കളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനുണ്ടാകാതിരിക്കും.